നമസ്തേ. മെഡിക്കലും എഞ്ചിനീയറിംഗും എല്ലാമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളും അപ്ഡേഷനുകളുമായി ബ്രില്യൻറ്റ് ന്യൂസ് ഡെസ്കിൽ നിന്നും ഞാൻ ശിവൻ. ആദ്യം നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. നീറ്റ് 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ ജനുവരിയിൽ ആരംഭിക്കും. കാറ്റഗറി, നാഷണാലിറ്റി എന്നിവ സ്പെസിഫൈ ചെയ്യണം. ജെഇ മെയിൻ 2024 ആദ്യ സെഷൻ എക്സാം ജനുവരി 25 മുതൽ. രണ്ടാമത്തെ സെഷൻ അപേക്ഷ ഫെബ്രുവരി 2 മുതൽ മാർച്ച് 2 വരെ. ആയുർവേദം, സിദ്ധ, യുനാനി പ്രവേശനത്തിന് ഇനി മുതൽ പ്രത്യേക പരീക്ഷ. നീറ്റിൽ നിന്ന് ഇവ ഒഴിവാക്കി. NDA അപേക്ഷ ക്ഷണിച്ചു. +2കാർക്കും സൈനിക ഓഫീസറാകാം. ആർക്കിടെക്ചർ പഠനം വലിയ മാറ്റങ്ങളോടെ നേറ്റ. അപേക്ഷ ഫെബ്രുവരിയിൽ. നീറ്റ് 2023 MBBS പ്രവേശനം ലഭിച്ച മുഴുവൻ കുട്ടികളുടെയും ഡേറ്റ അപ്ലോഡ് ചെയ്യണം. MCC അറിയിപ്പ്. എയിംസ് BSc നഴ്സിംഗ് ജൂൺ 8-നും പാരാമെഡിക്കൽ എക്സാം ജൂൺ 6-നും. അമൃത എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ജനുവരിയിലും മെയ് മാസത്തിലും. സ്ലോട്ട് ബുക്കിംഗ് ജനുവരി 5-ന് ആരംഭിക്കും. 2023 മെഡിക്കൽ പ്രവേശനം. ഓൾ ഇന്ത്യ കോട്ട ഡീംഡ് മെഡിക്കൽ രജിസ്ട്രേഷൻ ഫീ റീഫണ്ട് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കർണാടക റീഫണ്ട് കുട്ടികൾക്ക് തിരികെ ലഭിച്ചു. UCED എൻട്രൻസ് എക്സാം ജനുവരി 21-ന്. അഡ്മിറ്റ് കാർഡുകൾ ജനുവരി 5 മുതൽ വെബ്സൈറ്റിൽ. ബിറ്റ്സ്, CUET, ഐസർ, നൈസർ, IISc, കീം അപേക്ഷകൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ. വാർത്തകൾ വിശദമായി. +1, +2 പഠനത്തിന് ശേഷം ഓരോ കുട്ടികൾക്കും തങ്ങളുടെ കരിയർ എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് 2024 ജനുവരി മുതൽ ജൂൺ വരെയുള്ള 6 മാസക്കാലം. ഏതെങ്കിലും ഒരു പ്രവേശന പരീക്ഷയിലൂടെയാണ് ഓരോരുത്തരും ഏറ്റവും ആഗ്രഹിച്ച പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിലേക്ക് എത്തിച്ചേരുന്നത്. 2024 വിവിധ പ്രവേശന പരീക്ഷകൾക്ക് അപേക്ഷിക്കേണ്ട സമയമാണ് ജനുവരി മുതൽ. മെഡിക്കലിൻ്റെയും എഞ്ചിനീയറിംഗിൻ്റെയും അതുപോലെ സയൻസ് വിഷയങ്ങളിലെ റിസർച്ചിൻ്റെയും ഡിഗ്രിയുടെയും പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അടുത്ത അധ്യയന വർഷം പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാവരും വിവിധ വെബ്സൈറ്റുകൾ വഴി ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുകയും വിവിധ എൻട്രൻസ് എക്സാമുകൾക്ക് ലഭിക്കുന്ന മാർക്കിൻ്റെയും റാങ്കിൻ്റെയും അടിസ്ഥാനത്തിൽ ഏറ്റവും അർഹതയുള്ളതും അനുയോജ്യമായവയും ജൂലൈ, ആഗസ്റ്റ് മാസത്തിൽ തിരഞ്ഞെടുക്കുകയുമാണ് രീതി. MBBS ഉൾപ്പെടുന്ന മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ ജനുവരിയിൽ ആരംഭിക്കുമെന്നാണ് NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മെയ് 5-നാണ് ഈ വർഷത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷ. ഓഫ്ലൈനായി ഇന്ത്യയിലും വിദേശത്തും നടക്കുന്ന ഈ പരീക്ഷയിൽ 50% സ്കോർ നേടുന്നവർക്ക് മാത്രമേ ഇന്ത്യയിലും വിദേശത്തും MBBS പഠനത്തിന് യോഗ്യത ലഭിക്കുകയുള്ളൂ. ഓൺലൈൻ ആപ്ലിക്കേഷൻ NEET.NTA.AC.in എന്ന വെബ്സൈറ്റിലാണ് ആരംഭിക്കുന്നത്. ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് 3 ആഴ്ചയോളം സാവകാശം ലഭിക്കുകയും ചെയ്യും. അപേക്ഷിക്കുന്ന എല്ലാ കുട്ടികളും പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, 10 ഫിംഗേഴ്സിൻ്റെയും ഇംപ്രഷൻ, ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ് എന്നിവ അപ്ലോഡ് ചെയ്താണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. നാഷണാലിറ്റി ഇന്ത്യൻ, NRI, OCI അല്ലെങ്കിൽ ഫോറിൻ നാഷണൽ എന്നിവ സെലക്ട് ചെയ്യേണ്ടതായി വരും. കാറ്റഗറി തിരഞ്ഞെടുക്കേണ്ടതും ഓൺലൈൻ അപേക്ഷാ സമയത്താണ്. 27% ഓൾ ഇന്ത്യ തലത്തിൽ OBC റിസർവേഷൻ ലഭിക്കുന്നതിനായി തഹസീൽദാരിൽ നിന്നും ലഭിക്കുന്ന സെൻട്രൽ പർപ്പസിനുള്ള OBC നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവർ OBC എന്നും കാറ്റഗറി. അതുപോലെ തന്നെ നോൺ ക്രിമിലെയർ ലഭിക്കാത്ത OBC വിഭാഗത്തിലുള്ളവർ അല്ലാത്ത ജനറൽ വിഭാഗത്തിലുള്ളവരും അൺറിസർവ്ഡ് കാറ്റഗറി എന്നുമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓൾ ഇന്ത്യ തലത്തിൽ 10% EWS റിസർവേഷൻ ലഭിക്കുന്ന ജനറൽ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ തഹസീൽദാരിൽ നിന്നും നിശ്ചിത ഫോർമാറ്റിൽ നേരിട്ട് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുമെങ്കിൽ കാറ്റഗറി EWS എന്നും വേണം സെലക്ട് ചെയ്യാൻ. SC, ST, PWD വിഭാഗക്കാർ ആ റിസർവേഷൻ ലഭിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുമെന്നുറപ്പുള്ള കുട്ടികൾ അതാത് കാറ്റഗറിയിൽ വേണം ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കുവാൻ. കാറ്റഗറി സംബന്ധിച്ചുള്ള ഒരു സർട്ടിഫിക്കറ്റുകളും
ഓൺലൈൻ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. എന്നാൽ ഓഗസ്റ്റിൽ കോളേജുകളിൽ പ്രവേശനത്തിനായി ചെല്ലുമ്പോൾ +2 മാർക്ക് ലിസ്റ്റിനൊപ്പം വാലിഡായിട്ടുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കുകയും വേണം. കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും മെഡിക്കൽ കോളേജുകളിലോട്ടും അനുബന്ധ കോഴ്സുകളിലോട്ടുമുള്ള പ്രവേശനം കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. നീറ്റ് 2024 മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഈ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനും കേരളത്തിൽ അർഹതപ്പെട്ട റിസർവേഷൻ ലഭിക്കുന്നതിനും ce.kerala.gov.in എന്ന കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴി ഓൺലൈൻ ആപ്ലിക്കേഷൻ മാർച്ച് ആദ്യ ആഴ്ച ആരംഭിക്കും. മെഡിക്കൽ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗത്തിലെ 13 തരത്തിലുള്ള കോഴ്സുകൾക്കും അതുപോലെ എഞ്ചിനീയറിംഗ്, ബിഫാം, ആർക്കിടെക്ചർ എന്നീ 4 കോഴ്സുകൾക്കും ഓരോ കുട്ടികൾക്കും താല്പര്യമുള്ളവ അനുസരിച്ച് ഒരൊറ്റ ആപ്ലിക്കേഷനിലൂടെ തന്നെ അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കും. ഓൾ ഇന്ത്യ തലത്തിൽ നിന്ന് വ്യത്യസ്തമായി കേരളയ്ക്ക് അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ തന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റുകളും മെഡിക്കൽ വിഭാഗത്തിൽ NRI സീറ്റ് ആഗ്രഹമുള്ളവർ അതിൻ്റെ വിവിധ സർട്ടിഫിക്കറ്റുകളും മാർച്ച് ഏപ്രിൽ മാസത്തിൽ തന്നെ അപ്ലോഡ് ചെയ്തു വേണം ഓൺലൈൻ അപേക്ഷ പൂർത്തിയാക്കേണ്ടത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 2 മാസത്തെ പരിശീലനം. ലക്ഷ്യം 2024 നീറ്റ് എക്സാമിന് 720 മാർക്ക്. അതെ, ബ്രില്യൻ സ്റ്റഡി സെന്റർ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ പ്രോഗ്രാമാണ് 720 വിത്ത് ബ്രില്യൻ. ഡിസംബർ 4 ക്ലാസുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഫെബ്രുവരി 4 ക്ലാസുകൾ അവസാനിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളെ 17 യൂണിറ്റുകളായി തിരിച്ച് ക്ലാസുകൾ നടത്തും. സെക്കൻഡ് ഇയർ സിലബസിന് മുൻതൂക്കം നൽകിക്കൊണ്ട് +2 ടോപ്പിക്കുകളെ 8 യൂണിറ്റുകളായി തിരിക്കുകയും ഏറ്റവും പുതിയതായി കൂട്ടിച്ചേർത്ത പ്രാക്ടിക്കൽ ടോപ്പിക് 9ാമത്തെ യൂണിറ്റായും കവർ ചെയ്യും. മറ്റൊരു പ്രത്യേകത, ഡിസംബർ 31 തന്നെ സെക്കൻഡ് ഇയർ ടോപ്പിക്കുകൾ പൂർത്തിയാക്കുകയും മോഡൽ എക്സാമുകൾ നടത്തുകയും ചെയ്യും എന്നുള്ളതാണ്. തുടർന്ന് +1 ടോപ്പിക്കുകളുടെ ക്ലാസുകളും പരീക്ഷകളും നടത്തും. ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ആയും റെക്കോർഡഡ് സെഷൻസ് ആയുമാണ് ക്ലാസുകൾ നിങ്ങളിലേക്ക് എത്തുന്നത്. വെറും 2 മാസം കൊണ്ട് നിങ്ങളെ 720 എന്ന സ്കോറിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ഓൺലൈൻ മോഡിലാണ് ക്ലാസുകൾ. ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾക്ക് ഈ പ്രോഗ്രാം തികച്ചും സൗജന്യമായിരിക്കും. +2 മാർക്കിനെയും 2023 നീറ്റ് സ്കോറിനെയും അടിസ്ഥാനത്തിൽ 100% വരെ സ്കോളർഷിപ്പോടുകൂടി പഠിക്കുവാനുള്ള അവസരം നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പ്രോഗ്രാമിന്റെ ഭാഗമാകുവാൻ brilliantpala.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. 2024 JEE മെയിൻ എൻട്രൻസ് എക്സാം ആദ്യ സെഷൻ ജനുവരി 25 മുതലും രണ്ടാമത്തെ സെഷൻ ഏപ്രിൽ 1 മുതലുമാണ് ഓൺലൈനായി നടക്കുന്നത്. ആദ്യ സെഷൻ്റെ എക്സാം ഡേറ്റ് അതുപോലെ എക്സാം സിറ്റി എന്നിവ ജനുവരി 15-നും അഡ്മിറ്റ് കാർഡുകൾ പരീക്ഷയ്ക്ക് 3 ദിവസം മുമ്പും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. രണ്ടാമത്തെ സെഷനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ jemain.nta.ac.in എന്ന വെബ്സൈറ്റ് വഴി ഫെബ്രുവരി 2-ന് ആരംഭിക്കും. മാർച്ച് 2 വരെ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. ആദ്യ സെഷൻ്റെ സ്കോർ ഇംപ്രൂവ് ചെയ്യണമെന്ന ആഗ്രഹമുള്ളവർക്കും പുതിയതായി പരീക്ഷ എഴുതുന്നവർക്കും രണ്ടാമത്തെ സെഷൻ പരീക്ഷയ്ക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. ആദ്യ സെഷന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾ അതേ ആപ്ലിക്കേഷൻ നമ്പറിൽ തന്നെ വേണം രണ്ടാമത്തെ സെഷനും അപേക്ഷകൾ കൊടുക്കേണ്ടത്. യാതൊരു സാഹചര്യത്തിലും ഒരു കുട്ടിക്ക് 2 ഓൺലൈൻ ആപ്ലിക്കേഷൻ അനുവദനീയമല്ല. 2 പരീക്ഷകളും എഴുതുന്ന കുട്ടികളുടെ ഏറ്റവും ഉയർന്ന ടോട്ടൽ പേഴ്സൻറ്റേജ് സ്കോർ ഉപയോഗിച്ചായിരിക്കും JEE മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഏപ്രിൽ 25-നകം JEE മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. JEE മെയിൻ പേപ്പർ 1-ന് നിശ്ചിത സ്കോർ ലഭിക്കുന്ന ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആദ്യത്തെ 1.25 ലക്ഷം കുട്ടികളും OBC, SC, ST വിഭാഗത്തിൽപ്പെട്ട 1.25 ലക്ഷം കുട്ടികളും ഉൾപ്പെടെ JEE മെയിൻ 2024 നിന്ന് യോഗ്യത നേടുന്ന 2.5 ലക്ഷം കുട്ടികൾക്കാണ് JEE അഡ്വാൻസ്ഡിന് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ. യോഗ്യത നേടുന്നവർക്ക് JEE അഡ്വാൻസ്ഡ് എൻട്രൻസ് എക്സാം മെയ് 26-ന് നടക്കും. JEE മെയിനിൽ നിന്ന് യോഗ്യത നേടുന്നവർ ഏപ്രിൽ 21 മുതൽ ഏപ്രിൽ 30 വരെ JEE.adv.ac.in എന്ന വെബ്സൈറ്റ് വഴി JEE അഡ്വാൻസ്ഡിന് വേണ്ടി പ്രത്യേകം അപേക്ഷ സമർപ്പിക്കണം. ആയുർവേദ, സിദ്ധ, യുനാനി പ്രവേശനം ഇനി പ്രത്യേക പ്രവേശന പരീക്ഷയിൽ നിന്ന്.
നിലവിലെ നീറ്റ് പരീക്ഷയിൽ നിന്ന് ഇവ മൂന്നും ഒഴിവാക്കി. ഈ വിഷയങ്ങളിൽ കൂടുതൽ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവയ്ക്ക് മാത്രമായി ദേശീയ തലത്തിൽ പ്രവേശന പരീക്ഷ എന്ന ആശയം മുന്നോട്ട് വന്നത്. NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് തന്നെയാണ് ഈ പരീക്ഷയുടെയും ചുമതല. നാഷണൽ എക്സാമിനേഷൻ ഫോർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ റെഗുലേഷൻസ് എന്നാണ് പുതിയ നിയമം അറിയപ്പെടുക. 2023 വരെ ദേശീയ തലത്തിൽ നീറ്റ് റാങ്ക് അനുസരിച്ച് ആയുഷ് വെബ്സൈറ്റ് വഴിയാണ് ഈ കോഴ്സുകളുടെ ഓൾ ഇന്ത്യ കോട്ട ഡീംഡ് പ്രവേശനങ്ങൾ നടന്നിരുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ആയുർവേദ കോളേജുകളിലോട്ടുള്ള പ്രവേശനവും നീറ്റിൻ്റെ മാർക്ക് വെച്ച് തയ്യാറാക്കുന്ന കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരുന്നു. എന്നാൽ ഈ പുതിയ നിയമം നിലവിൽ വന്നതോടെ കേരളത്തിലെ അടക്കം ആയുർവേദം, സിദ്ധ, യുനാനി കോഴ്സുകൾക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നവർ ഈ പുതിയ പ്രവേശന പരീക്ഷ കൂടി എഴുതേണ്ടതായി വരും. ഈ അധ്യയന വർഷം +2 പരീക്ഷ എഴുതുന്നവർക്കും കഴിഞ്ഞ വർഷം പാസ്സായവർക്കും സൈനിക ഓഫീസറാകുവാൻ പരിശീലനം, പെൺകുട്ടികൾക്കും അവസരം. കര, നാവിക, വ്യോമസേനകളിൽ കമ്മീഷൻഡ് ഓഫീസറാകുവാൻ നാഷണൽ ഡിഫൻസ് അക്കാഡമി NDA ആൻഡ് NA പരീക്ഷയിലൂടെ +2കാർക്കാണ് അവസരം. പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്കും കണ്ണൂരിലെ ഏഴിമല നേവൽ അക്കാഡമിയിലേക്കും പരിശീലനത്തിനായി കേഡറ്റുകളെ തിരഞ്ഞെടുക്കുവാനുള്ള NDA നാഷണൽ എൻട്രൻസ് ടെസ്റ്റ് ഏപ്രിൽ 21 നടക്കും. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കോയമ്പത്തൂർ, ബംഗളൂരു, ചെന്നൈ, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കും. ആകെ സീറ്റ് 400. NDA, ആർമി എന്നിവ വിഭാഗത്തിലേക്ക് 208 സീറ്റുകളും അതിൽ പെൺകുട്ടികൾക്ക് മാത്രമായി 10 സീറ്റുകളും, നേവി വിഭാഗത്തിൽ 42 സീറ്റുകൾ അതിൽ പെൺകുട്ടികൾക്ക് മാത്രമായി 12 സീറ്റുകൾ, എയർഫോഴ്സ് 120, ഫ്ലൈയിങ് 92 എന്നിങ്ങനെയാണ് സീറ്റുകൾ അനുവദിക്കുന്നത്. ഏഴിമല നേവൽ അക്കാഡമിയിലേക്ക് 30 സീറ്റുകളാണ് ഉണ്ടാവുക. UPSC online.nic.in എന്ന വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തി 100 രൂപ അപേക്ഷാ ഫീസ് അടച്ച് ജനുവരി 9 ഓൺലൈൻ അപേക്ഷകൾ പൂർത്തിയാക്കണം. നേറ്റ നടത്തുന്ന ആർക്കിടെക്ചർ അഭിരുചി പരീക്ഷയുടെ ഓൺലൈൻ അപേക്ഷ ഫെബ്രുവരി 1 ആരംഭിക്കുന്നു. മുൻ വർഷങ്ങളിൽ നിന്നും പരീക്ഷാ രീതിക്കും പ്രവേശനത്തിനും വലിയ മാറ്റങ്ങളുമായിട്ടാണ് നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ നേറ്റ ഇത്തവണ പ്രതിപാദിച്ചിരിക്കുന്നത്. സ്കോറിന് 2 വർഷമാണ് സാധുത. +1കാർക്കും ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാം. ഏപ്രിൽ മുതൽ എല്ലാ മാസങ്ങളിലും ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും അഭിരുചി പരീക്ഷ ഉണ്ടായിരിക്കും. താല്പര്യമുള്ളവർക്ക് 3 പ്രാവശ്യം വരെ പരീക്ഷ എഴുതാം. ഏറ്റവും കൂടിയ മാർക്കായിരിക്കും പരിഗണിക്കുന്നത്. വെബ്സൈറ്റ് neta.in. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നിവയായിരിക്കും കേരളത്തിലെ ഓൺലൈൻ പരീക്ഷാ കേന്ദ്രങ്ങൾ. കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും ഓൺലൈൻ എക്സാം സെൻറ്റർ അനുവദിക്കുകയും ചെയ്യും. കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും 5 വർഷ BR പ്രവേശനം ആഗ്രഹിക്കുന്നവർ നേറ്റയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷകൾ കൊടുക്കുകയും ആർക്കിടെക്ചർ അഭിരുചി പരീക്ഷ എഴുതുകയും വേണം. അതോടൊപ്പം തന്നെ മാർച്ച് മാസത്തിൽ കേരള എൻട്രൻസ് കമ്മീഷണർ അപേക്ഷ ക്ഷണിക്കുമ്പോൾ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, B.Pharm എന്നീ വിഭാഗത്തോടൊപ്പം ആർക്കിടെക്ചറിനും ഓൺലൈൻ അപേക്ഷകൾ കൊടുക്കുകയും ആർക്കിടെക്ചർ അഭിരുചി പരീക്ഷ കഴിഞ്ഞ് ജൂൺ മാസത്തിൽ നേറ്റയുടെ സ്കോർ കേരള വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും വേണം. +2 ലഭിക്കുന്ന മാർക്കും നേറ്റയുടെ സ്കോറും ചേർത്താണ് കേരളത്തിലെ ആർക്കിടെക്ചർ പ്രവേശനം നടത്തുന്നത്. നീറ്റ് 2023 MBBS പ്രവേശനം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് നാഷണൽ മെഡിക്കൽ കൗൺസിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും അടക്കം 1 ലക്ഷത്തിന് മുകളിൽ കുട്ടികളുടെ പേരും നീറ്റ് റോൾ നമ്പർ അടങ്ങിയ ലിസ്റ്റുമാണ് nmc.org.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 2023 പ്രവേശനം നേടുകയും കോളേജ് അധികാരികൾ കുട്ടികളുടെ ഡീറ്റെയിൽസ് പ്രസ്തുത വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും
ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 2023 പ്രവേശനം നേടിയ എല്ലാ വിദ്യാർത്ഥികളും ഈ ലിസ്റ്റ് വെരിഫൈ ചെയ്യുകയും അവരവരുടെ പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്ന് NMC അറിയിക്കുന്നു. എയിംസ് ഡൽഹി അടക്കം 16 എയിംസ് മെഡിക്കൽ കോളേജുകളിലെ 1046 BSc നഴ്സിംഗ് സീറ്റുകളിലോട്ടുള്ള പ്രവേശന പരീക്ഷ 2024 ജൂൺ 8-നും പാരാമെഡിക്കൽ കോഴ്സുകളിലോട്ടുള്ള പരീക്ഷ ജൂൺ 6-നും ഓൺലൈനായി നടക്കും. BSc നഴ്സിംഗിന് പെൺകുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനം. BSc നഴ്സിംഗ് ഓൺലൈൻ എൻട്രൻസ് എക്സാമിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ സെക്കൻഡ് ഇയർ ടോപ്പിക്സ് ആയിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. ഏറ്റവും കുറഞ്ഞ ഫീസ് നിരക്കിൽ ഏറ്റവും ഉന്നതമായ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം ലഭിക്കുമെന്നുള്ളതാണ് എയിംസ് BSc നഴ്സിംഗിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. വെബ്സൈറ്റ് aimsexams.ac.in. 2 ഘട്ടങ്ങളിലായിട്ടാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. ആദ്യഘട്ടം ഫോട്ടോ, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ എന്നിവയുള്ള പ്രാഥമിക ഘട്ടവും രണ്ടാമത് എക്സാം സിറ്റി, ക്വാളിഫിക്കേഷൻ, അതുപോലെ ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് എന്നിവയുള്ള 2ാം ഘട്ടവുമാണ് ഇതിനായി ചെയ്യേണ്ടത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഹായ് ഓൾ, 2024 നീറ്റ് JEE കീം എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? കുറഞ്ഞ ഫീസിൽ 100% വരെ സ്കോളർഷിപ്പോട് കൂടി പരിശീലനം നേടാൻ ഇതാ നിങ്ങൾക്കൊരു സുവർണാവസരം. ബ്രില്യന്റിന്റെ 2024 ക്രാഷ് കോഴ്സ് ഹൈബ്രിഡ് ഓൺലൈൻ ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് ഇനിയും അഡ്മിഷൻ എടുക്കാം. നവംബർ 1-ന് ആരംഭിച്ച phase 1 ബാച്ചിലേക്ക് അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ ജാനുവരി 1, അതായത് നമ്മുടെ ന്യൂ ഇയറിൽ phase 2 ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ബോർഡ് എക്സാമിന് ശേഷമാണ് ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിക്കുന്നത്. ഓഫ്ലൈൻ ക്ലാസുകളിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്താൽ ബ്രില്യന്റിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടോപ്പേഴ്സ് ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡ് എക്സാമിനും ഫുൾ മാർക്ക് 100% മാർക്കോടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ക്രാഷ് കോഴ്സിന്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് സ്റ്റഡി മെറ്റീരിയൽസ് തന്നെയാണ്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഫാക്കൽറ്റീസ് ആയിട്ടുള്ള ബ്രില്യന്റ് പ്രൊഫസേഴ്സ് തയ്യാറാക്കിയിട്ടുള്ള മെഡിക്കൽ, എഞ്ചിനീയറിംഗ് സെപ്പറേറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ മറക്കണ്ട, കുറഞ്ഞ ഫീസിൽ കൂടുതൽ സ്കോളർഷിപ്പോട് കൂടി 2024 നടക്കാൻ പോകുന്ന നീറ്റ് JEE കീം എക്സാമിൽ ഉയർന്ന വിജയം നേടാം. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാനായി brilliantpala.org എന്ന സൈറ്റ് സന്ദർശിക്കൂ. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളെ വിളിക്കാം 0482220600. 2024 അമൃത എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിൻ്റെ ആദ്യ സെഷൻ ജനുവരി 16 മുതൽ 22 വരെ നടക്കും. അതിൻ്റെ സ്ലോട്ട് ബുക്കിംഗ് ജനുവരി 5 മുതൽ amrita.edu എന്ന വെബ്സൈറ്റിൽ ആരംഭിക്കും. അതിലൂടെ ഓരോ കുട്ടികൾക്കും എക്സാമിൻ്റെ ദിവസവും ഓരോ ദിവസവുമുള്ള ടൈം സ്ലോട്ടുകളും ബുക്ക് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ അമൃത എൻട്രൻസ് എക്സാം മെയ് 10 മുതൽ 14 വരെയാണ്. ആദ്യ സെഷൻ പരീക്ഷയുടെ മാർക്ക് രണ്ടാമത്തെ സെഷനിലൂടെ ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വീണ്ടും അപേക്ഷ സമർപ്പിക്കാം. ഈ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അമൃതയുടെ 5 ക്യാമ്പസുകളിലാണ് BTech പ്രവേശനം ലഭിക്കുന്നത്. ബാംഗ്ലൂർ, ചെന്നൈ, കോയമ്പത്തൂർ, അമരാവതി, അമൃതപുരി എന്നീ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പ്രവേശനത്തിനാണ് amrita.edu എന്ന വെബ്സൈറ്റ് വഴി ഇപ്പോൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നത്. നീറ്റ് 2023 റാങ്ക് പ്രകാരം കർണാടക വെബ്സൈറ്റ് വഴി സ്വകാര്യ മെഡിക്കലിനു വേണ്ടി 1 ലക്ഷം രൂപ അടച്ച് രജിസ്റ്റർ ചെയ്തവർക്കുള്ള റീഫണ്ട് നടപടികൾ ആരംഭിച്ചു. വെബ്സൈറ്റ് kea.kar.nic.in. കീം 2023 അപേക്ഷിച്ചവരുടെ റീഫണ്ട് അടുത്തയാഴ്ച മാത്രമേ ആരംഭിക്കുകയുള്ളൂ. ഓൾ ഇന്ത്യ കോട്ട MBBS, ഡീംഡ് മെഡിക്കൽ കോളേജുകൾ എന്നീ പ്രവേശന നടപടികളുടെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് റീഫണ്ട് കുട്ടികൾക്ക് ലഭിച്ചു. mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗിൽ പങ്കെടുത്തവരുടെ തുകയാണ് തിരിച്ചു കിട്ടി തുടങ്ങിയത്. റീഫണ്ട് ലിസ്റ്റ് mcc.nic.in എന്ന മെഡിക്കൽ കൗൺസിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. റോൾ നമ്പർ, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, റീഫണ്ട് ഡേറ്റ് എന്നിവ കുട്ടികൾക്ക് വെരിഫൈ ചെയ്യാം. ഡിസൈനിങ് മേഖലകളിൽ IIT-കളിലടക്കം പ്രവേശനം ലഭിക്കുവാൻ UCED എൻട്രൻസ് എക്സാം ജനുവരി 21-ന്. അഡ്മിറ്റ് കാർഡുകൾ ജനുവരി 5 മുതൽ uced.iitb.ac.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഇതിൻ്റെ റാങ്ക് അനുസരിച്ച് ഡിസൈനിങ്ങിന്
മുംബൈ, ഡൽഹി, ഗുവാഹട്ടി, ഹൈദരാബാദ് തുടങ്ങിയ IITകളിലോട്ട് ഈ UCED റാങ്ക് ഉപയോഗിക്കും. ബിറ്റ്സിൻ്റെ പിലാനി, ഗോവ, ഹൈദരാബാദ് എന്നീ ക്യാമ്പസുകളിലോട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് വേണ്ടിയുള്ള എൻട്രൻസ് ടെസ്റ്റും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ഡിഗ്രി പ്രോഗ്രാമിന് വേണ്ടിയുള്ള CUET, 7 ഐസറുകളിലോട്ടും IISc ബാംഗ്ലൂരിലോട്ടും അതുപോലെ IIT മദ്രാസിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സംയോജിത കോഴ്സിനുമൊക്കെയുള്ള പ്രവേശനം തീരുമാനിക്കുന്ന ഐസാറ്റ്, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് ഐസാറ്റ് എന്നറിയപ്പെടുന്നത്. അതുപോലെ നൈസർ പ്രവേശനത്തിനുള്ള നെസ്റ്റ് എക്സാം, IISc ബാംഗ്ലൂരിലോട്ട് തന്നെയുള്ള പ്രവേശനത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ, കീം 2024 എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, BPharm, ആർക്കിടെക്ചർ ഓൺലൈൻ അപേക്ഷ എന്നിവ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിൽ ഓൺലൈനായി ക്ഷണിക്കും. ഈ വർഷം ബോർഡ് എക്സാം എഴുതുന്നവരും +2 ശേഷം കൃത്യമായ പരിശീലനത്തിലൂടെ 2024-25 അധ്യയന വർഷത്തിൽ ഒരു പ്രൊഫഷണൽ കോഴ്സിന് തയ്യാറെടുക്കുന്നവർക്കും ഈ അപേക്ഷകളും അതുപോലെ റിസർവേഷൻ അടക്കമുള്ള സർട്ടിഫിക്കറ്റുകളും തയ്യാറാക്കേണ്ട സമയമാണ് ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ. ഈ ആഴ്ചത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും എൻട്രൻസ് മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം.